ഇന്നത്തെ നമ്മുടെ യാത്ര കുടുംബവും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് യുഎയിൽ തന്നെ രണ്ടാമത്തെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ജബൽ ഹഫീസിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മെർക്കുറി ഹോട്ടലിലേക്കാണ്. ഏതാണ്ട് 4000 അടി ഉയരമാണ് ജബൽ ഹഫീസിനുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അബുദാബിയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന അലൈനിലാണ്. ഈ പർവ്വതനിരകൾ യുഎയുടെയും ഒമാനുമായുള്ള അതിർത്തികൾ പങ്കിടുന്നു. ജബൽ ഹഫീസ് അടങ്ങുന്ന ഈ പ്രദേശം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഉൾപ്പെടുന്ന ജബൽ ഹഫീസ് നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ മെർക്കുറി ഹോട്ടലിൻ്റെ കവാടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടിവാരത്ത് നിന്ന് ഏതാണ്ട് 12 കിലോമീറ്ററാണ് മുകളിലെത്തുവാനുള്ള ദൂരം. 60ഓളം വളവുകളുള്ള ഈ 3 വരിപ്പാത 1980-ൽ ജർമ്മൻ കമ്പനിയായ സ്ട്രബാങ് ഇൻ്റർനാഷണൽ ഓഫ് കൊളീഗാണ് നിർമ്മിച്ചത്. മലമുകളിൽ അതിവിശാലമായ പാർക്കിങ്ങോടുകൂടി ഏതാണ്ട് 5 നിലകളിലുള്ള ഈ മനോഹരമായ ഹോട്ടൽ പണിതത് 2002-ലാണ്. ഗ്ലാസ് ഡോർ കടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അതിമനോഹരമായ ലോബിയിലേക്കാണ്. നമ്മളെക്കാൾ മുമ്പ് തന്നെ സുഹൃത്തുക്കളെല്ലാം എത്തിയിരിക്കുന്നു. റിസപ്ഷനിൽ നിന്നും കീ വാങ്ങി ഇനി റൂമിലേക്ക്. കുട്ടികൾ വളരെ ആവേശത്തിലാണ്. റൂമിൽ ലഗേജ് വെച്ച ശേഷം ഹോട്ടലിൻ്റെ മായാ കാഴ്ചകളിലേക്ക് ഇറങ്ങണം. അഞ്ചാം നിലയിലാണ് നമ്മുടെ റൂമുകളുള്ളത്. പൂൾ വ്യൂ ഉള്ള ഭാഗം തന്നെ ഞങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു. മനോഹരമായ ഒരു ചെറിയ മുറിയാണ് ഉള്ളത്. ഒരു ബെഡും സൈഡ് ടേബിളും TV യൂണിറ്റും അടങ്ങുന്ന ഒരു ചെറിയ റൂം. എല്ലാ മുറികളിലും മനോഹരമായ ഉയരക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ചെറിയ ബാൽക്കണിയുണ്ട്. നമ്മുടെ മുറിയിലെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ ആരുടെയും കരളിന് ഒരു കുളിരനുഭവം സമ്മാനിക്കുന്നവയാണ്. താഴ്വാരത്ത് അലൈൻ നഗരം, അതിവിശാലമായ സ്വിമ്മിംഗ് പൂൾ, അനുബന്ധമായ സ്ലൈഡുകളും അതിനോട് ചേർന്നുള്ള റെസ്റ്റോ ബാറുകളും. വൈകുന്നേരമായിരിക്കുന്നു. ചൂട് കുറഞ്ഞതിനാൽ തന്നെ അവിടം വളരെ സജീവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൂളിൽ ചാടാൻ കുട്ടികൾക്ക് ധൃതിയായി. സ്വിമ്മിംഗ് ഡ്രസ്സുമെടുത്ത് ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. ഹോട്ടലിൻ്റെ നടുത്തളത്തിലൂടെയുള്ള ഗ്ലാസ് ലിഫ്റ്റിലൂടെയാണ് ലോബിയിലേക്ക് എത്തേണ്ടത്. ലോബിയുടെ അതിമനോഹരമായ കാഴ്ചയാണ് അത് നമുക്ക് സമ്മാനിക്കുന്നത്. ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റിലൂടെ വേണം പൂൾ സൈഡിലേക്ക് എത്തിച്ചേരുവാൻ. ബേസ്മെൻറ്റ് ഫ്ലോറിൽ ചെറുകടകളും ജിമ്മും ഇൻഡോർ പ്ലേ ഏരിയയും ചെറിയ ബാസ്കറ്റ്ബോൾ കോർട്ടും ഷട്ടിൽ കോർട്ടും മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഹോട്ടലിൻ്റെ പുറത്ത് കിടന്ന് മനോഹരമായ ഒരു ഉദ്യാനം പിന്നിട്ട് വേണം പൂളിലേക്ക് എത്താൻ. മലമുകളിൽ നിന്നും അലൈൻ നഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ മനോഹരമായി ആസ്വദിക്കുവാൻ ഒരുക്കി വച്ചിരിക്കുന്ന വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത്. സൂര്യാസ്തമയത്തിന് ശേഷം നഗരത്തിലെ പാദവിളക്കുകൾ തെളിയും. അപ്പോൾ നഗരത്തിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കുവാൻ കഴിയും. യുഎഇയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ പറുദീസയാണ് അലൈൻ. പച്ചപതച്ച ധാരാളം പാർക്കുകളും ചരിത്രമുറങ്ങുന്ന കോട്ടകളും തടാകങ്ങളും മ്യൂസിയങ്ങളും വിശാലമായ അലൈൻ സൂവും ഒയാസിസും വാദികളും ഇവയിൽ ചിലത് മാത്രമാണ്. മനോഹരമായാണ് ഇവിടെയെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. ഹോട്ടലിൻ്റെ ഒരു വശത്ത് പൂളും മറുവശത്ത് മിനി ഗോൾഫ് ഏരിയയും പാർക്കുമുണ്ട്. അതിമനോഹരമായാണ് ഇവിടുത്തെ പൂൾ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് മെർക്കുറി ഗ്രാൻഡ് ഹോട്ടൽ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. വെയിൽ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. വടക്കേ ചക്രവാളത്തിൽ സൂര്യൻ മഞ്ഞക്കതിര് പൊടിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ മറ്റൊരു മനോഹരമായ ദൃശ്യവിരുന്ന്. പൂളിനും പൂൾ പരിസരത്തിലുമുള്ള ദീപങ്ങൾ തെളിച്ചു തുടങ്ങിയിരിക്കുന്നു. പൂളിപ്പോൾ പൂർണ്ണമായും സജീവമായിരിക്കുന്നു. പൂളിലെ കാഴ്ചകളിലേക്ക്.
പൂളിൽ നിന്നും എല്ലാവരും റൂമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അത്താഴത്തിന് ശേഷം എല്ലാവരും ഒരു റൂമിൽ കൂടിയിരിക്കുകയാണ്. അന്താക്ഷരിയും ഗംഷ്രാഡ്സുമായി അങ്ങനെ കുറച്ച് നല്ല നിമിഷങ്ങൾ കടന്നുപോയി. ചെറുവർത്തമാനവും കളിച്ചിരികളുമായി സമയം പോയത് ആരും അറിഞ്ഞില്ല. നേരം നന്നേ ഇരുട്ടിയിരിക്കുന്നു. എല്ലാവരും താന്താങ്ങളുടെ മുറികളിൽ ഉറങ്ങുവാൻ പോയിരിക്കുന്നു. നേരം നന്നേ ഇരുട്ടിയിരിക്കുന്നു. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള അലൈൻ നഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ. പുറത്ത് ചെറുകാറ്റുണ്ട്. അതിമനോഹരമാണ്. അലൈൻ നഗരം ദീപത്താൽ കുളിച്ചു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച. മറ്റൊരു പ്രഭാതം കൂടി പൊട്ടിവിടർന്നിരിക്കുകയാണ്. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി റെസ്റ്റോറൻറ്റിൻ്റെ അതിമനോഹരമായ വർണ്ണക്കാഴ്ചകളിലേക്ക്. വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണം അതിമനോഹരമായി അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു. എല്ലാവരും ചെറുവർത്തമാനങ്ങളും ആയി മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയ ആ നിമിഷം ഇന്നും മനസ്സിൽ മായാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നു. ബാൽക്കണിയിൽ നിന്നുള്ള പൂളിൻ്റെ കാഴ്ചകൾ നമ്മളെ അങ്ങോട്ട് മാടി വിളിക്കുകയാണ്.
വൈകുന്നേരം 7 മണി വരെ സ്ലൈഡറിൽ നമുക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ തലേദിവസം അത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. അതിനാൽ രാവിലെ തന്നെ കുട്ടികളുമായി പൂളിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ചെക്കൗട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൂളിനോട് ചേർന്നുള്ള റെസ്റ്റോ ബാറിൻ്റെ പിൻവശമാണിത്. ഇന്നലെ രാത്രിയിലെ ആരവങ്ങൾ അവസാനിച്ച് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നിശ്ചലമായിരിക്കുന്നു എല്ലായിടവും. ഒരിക്കൽ കൂടി അലൈൻ നഗരത്തെ ഉയരങ്ങളിൽ നിന്ന് കണ്ടതിന് ശേഷം ചെക്കൗട്ട് ചെയ്യുന്നതിനായി റൂമിലേക്ക്. എല്ലാവരും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും വളരെ വേഗം ആ ദിവസം കടന്നുപോയി. ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം പിരിയാം എന്ന് തീരുമാനിച്ചു. സൗഹൃദത്തിൻ്റെ ചില്ലകളിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂക്കുന്നത്. എന്നും ഓർമ്മകളിൽ ഓർമ്മിക്കാനും ഓമനിക്കാനും കൊഴിഞ്ഞുപോയ കുറേ ധന്യനിമിഷങ്ങൾ നെയ്തെടുക്കപ്പെട്ടുവെന്ന സന്തോഷത്തോടെ വീണ്ടും ഒന്നു ചേരാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ മലയിറങ്ങുകയാണ്. സൂര്യൻ ഉച്ചസ്ഥായിലെത്തിയതിനാൽ തന്നെ ഉച്ചഭക്ഷണത്തിന് ശേഷം പിരിയാമെന്ന് കരുതി അടിവാരത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. കാലം ഇനിയും മുരളും, വിഷുവരും വർഷം വരും തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും, അപ്പോൾ ആരെന്തും എന്തെന്നും ആർക്കറിയാം.